ചൈനയിൽ നിന്ന് ഹോങ്കോങ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞാൻ വന്നിറങ്ങുമ്പോൾ മഴയില്ലായിരുന്നു എന്ന് പ്രത്യേകം പറയാൻ കാര്യമുണ്ട്. ഒരു 4 ദിവസം മുമ്പ് വലിയ മഴയും കൊടുങ്കാറ്റും ഒക്കെ കാരണം ഹോങ്കോങ്ങിലെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് ഞാൻ ചൈനയ്ക്ക് പോകുമായിരുന്നു. 3 ദിവസം ചൈനയിലുണ്ടായിരുന്നു. വീണ്ടും ഇന്ന് തിരിച്ച് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. വരുമ്പം തെളിഞ്ഞ കാലാവസ്ഥയാണ്, പക്ഷേ ഇരുട്ടാണ്, കാണുന്നില്ല, സന്ധ്യയായിരിക്കുന്നു. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഒരു ഡബിൾ ഡെക്കർ ബസ് പിടിച്ചു. സിറ്റിയിലേക്ക് പോകുന്ന ബസ്സാണ്. എയർപോർട്ട് ഹോങ്കോങ് നഗരത്തിൽ നിന്ന് കുറച്ച് അകലെയാണ്. കുറച്ച് അകലെയെന്ന് പറഞ്ഞാൽ ഒരു ദ്വീപിലാണ്, ചെപ്ലാപ് കോക്ക് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ. ആ ദ്വീപ് മുഴുവൻ എയർപോർട്ടാണ്. ഇനി അങ്ങോട്ട് പല ദ്വീപുകൾ കടന്ന്, കടലിന് കുറുകെയുള്ള പാലങ്ങൾ കടന്ന്, പല മലകളെയും തുരന്നുള്ള ടണലുകളിലൂടെ വേണം ഹോങ്കോങ്ങിൻ്റെ ഡൗൺ ഭാഗത്തേക്ക് എത്താൻ. സിറ്റി ഫ്ലയർ എന്ന് പറയുന്ന ഒരു ബസ് സർവീസുണ്ട്. എയർപോർട്ടിൽ നിന്ന് നഗരത്തിലേക്ക് സ്ഥിരമായിട്ട് സർവീസ് നടത്തും. 20 ഹോങ്കോങ് ഡോളറോ മറ്റാണ് ടിക്കറ്റ് നിരക്ക്. മുകളിലത്തെ നിലത്തന്നെ സ്ഥാനം പിടിച്ചു യാത്രയായി. ആ യാത്ര രസകരമാണ്. പകൽ ഉള്ള യാത്രയാണ് ഏറ്റവും രസകരം. ഞാൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിലേക്ക് വരുമ്പോഴും ആദ്യ ദിവസം എയർപോർട്ടിൽ വന്നിറങ്ങി ഹോങ്കോങ് നഗരത്തിലേക്ക് പോകുമ്പോഴൊക്കെ ആ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു, കാണിച്ചിരുന്നു. സഞ്ചാരത്തിൽ അതിമനോഹരമായ ഭൂപ്രദേശങ്ങളാണ്. കടലിൽ ഓരോ മലകൾ എടുത്തു വെച്ചതുപോലെയാണ് ഹോങ്കോങ്ങിൻ്റെ ഈ ദ്വീപുകളൊക്കെ. ഈ ദ്വീപുകളെ കണക്ട് ചെയ്ത് കടലിന് കുറുകെ പാലങ്ങൾ, വമ്പൻ പാലങ്ങൾ, അതൊക്കെ 6 വരി 8 വരിയുള്ള പാലങ്ങളാണ്. ഈ പാലങ്ങൾ ചെന്ന് കരയിലേക്ക് ചെല്ലുമ്പോൾ പല ടണലുകളിൽ കടന്നാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഹോങ്കോങ്ങിൻ്റെ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ കാണാം. കണ്ടെയ്നർ പോർട്ടുകൾ, കൂറ്റൻ പോർട്ടുകളാണ്. ഈ പോർട്ടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അത്ഭുത പരതന്ത്രരാകും. കാരണം നമ്മുടെ കാഴ്ചയിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു പോർട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അത്രയേറെ വിസ്തൃതിയിൽ, അത്രയേറെ ക്രെയിനുകളും അത്രയേറെ കപ്പലുകൾ തീരത്തോടടുത്ത് കിടക്കുന്ന വമ്പൻ പോർട്ട്. നമ്മുടെ വിഴിഞ്ഞമൊക്കെ ഭാവിയിൽ ആ മട്ടിലൊക്കെ ആകുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്കങ്ങനെ ഇരിക്കാം. പക്ഷേ വിഴിഞ്ഞവും ഈ ഹോങ്കോങ്ങുമായിട്ട് ഒരു കമ്പാരിസണും ഇല്ല. ഹോങ്കോങ്ങിൻ്റെ ഒരു 50-ലൊന്നോ 60-ലൊന്നോ ഒക്കെ ആയിട്ടുള്ളൂ ഇപ്പോഴും നമ്മുടെ വിഴിഞ്ഞം. TST എന്ന് പറയുന്ന ഭാഗത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ ഹോങ്കോങ് ഒരു ദ്വീപാണ്. പക്ഷേ ദ്വീപിൻ്റെ വൻകരയുണ്ട്. ദ്വീപിൽ നിന്ന് ഒരു കടലിടുക്ക് കടന്നാൽ ചൈനയുടെ വൻകരയാണ്. ചൈന എന്ന് പറയുന്ന വലിയ ഭൂഭാഗത്തിൻ്റെ വൻകര. അതിനോട് ചേർന്നും കുറേ ഭാഗം ഹോങ്കോങ്ങിൻ്റെ ഉണ്ട്. ആ ഭാഗം അറിയപ്പെടുന്നത് കൗലൂൺ എന്നാണ്. ഈ കൗലൂൺ ഏരിയയിലെ ഏറ്റവും പ്രമുഖമായ സ്ഥലമാണ് TST എന്ന് പറയും. സിം ഷാത് സൂയി എന്ന് പറയുന്ന ചൈനീസ് വാക്കിൻ്റെ ഷോർട്ട് ഫോമാണ് TST. അവിടെയാണ് ഞാൻ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹോട്ടൽ മുറി ബുക്ക് ചെയ്തത് നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് പറ്റിയൊരബദ്ധമാണ്. ഞാൻ ഒരു 3-4 ദിവസം ഹോങ്കോങ്ങിൽ താമസിക്കാൻ വേണ്ടി മുറി ബുക്ക് ചെയ്തിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ കൊടും മഴയും ഭീകരമായ കാറ്റും ടൈഫൂണും മഴയുമൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ചൈനയ്ക്ക് പോയത്. അപ്പോൾ അവിടെ താമസിച്ച ഹോട്ടലുണ്ട്, കാലിഫോർണിയ ഹോട്ടൽ. അത് വലിയൊരു അബദ്ധമായിപ്പോയി. 10,000-15,000 രൂപ ഒരു രാത്രിക്ക് വാടകയുള്ള ഒരു മുറിയാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത്. പക്ഷേ അന്ന് എന്നെ പറ്റിച്ച് കളഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് ഹോങ്കോങ്ങിലേക്ക് വരുന്നുണ്ടെന്നും എനിക്ക് നല്ലൊരു മുറി തരണമെന്നും അവിടെ റിസപ്ഷനിലിരുന്ന ജോലിക്കാരോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇന്നും ആ പറഞ്ഞു വെച്ചിരിക്കുന്ന മുറി അവിടെ കിട്ടും എന്ന പ്രതീക്ഷയിൽ ഞാൻ ആ ഹോട്ടലിലേക്കാണ് ചെല്ലുന്നത്, കാലിഫോർണിയ ഹോട്ടൽ. ഞാൻ അങ്ങനെ TSTയിലെ ബസ് സ്റ്റോപ്പിൽ പോയി ബസ്സിൽ നിന്നിറങ്ങി. ഗോൾഡൻ ക്രൗൺ കോർട്ട്യാർഡ് എന്ന് പറയുന്ന ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ 2 നിലകളാണ് ഈ ഹോട്ടലിൻ്റേത്. ഞാൻ ലിഫ്റ്റിൽ കയറി മുകളിലത്തെ കാലിഫോർണിയ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയയിലേക്ക് ചെല്ലുന്നു. റിസപ്ഷൻ ഏരിയയിൽ ചെല്ലുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് മുറി തരാമെന്ന് കമ്മിറ്റ് ചെയ്ത ആ യുവതി അവിടെ ഇല്ല. പകരം ഒരു ചെറുപ്പക്കാരനായിരിക്കുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു, ഞാനിവിടെ ഒരു 4 ദിവസം മുമ്പ് താമസിച്ചിരുന്നതാണ്, എൻ്റെ മുറി ഇവിടെ കിടപ്പുണ്ട്, എനിക്ക് ആ മുറി തരണം. അപ്പോൾ അദ്ദേഹം എല്ലാം തലയാട്ടി കേട്ടു. ഞാൻ പറഞ്ഞു, അന്നുണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റിനോട് എനിക്കൊരു നല്ല വലിപ്പമുള്ള മുറി വേണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് എനിക്ക് ചെറിയ ഇടുങ്ങിയ മുറിയാണ് കിട്ടിയത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഓ റെഡി. അങ്ങനെ ഇയാൾ എന്നെ മുറി കാണിക്കാൻ കൊണ്ടുപോവാണ്. കാണിക്കാനല്ല, എൻ്റെ ലഗേജൊക്കെ ആയിട്ട് ഞാൻ പുറകെ, അയാൾ മുമ്പേ കീ ആയിട്ട് പോവാണ്. അപ്പോൾ ഒരു മുറിയുടെ അതൊക്കെ ചെല്ലുന്നു. അയാൾ കീയിട്ട് മുറി തുറക്കുന്നു. മുറി തുറന്നിട്ട് ഡോറ് തുറക്കുന്നു. എനിക്കൊരു സംശയം, ഡോർ പുറത്തേക്കാണ് തുറക്കുന്നത്. സാധാരണ എല്ലാ ഹോട്ടലിൻ്റെയും അല്ലെങ്കിൽ എല്ലാ കെട്ടിടത്തിൻ്റെയും മുറിയുടെ അകത്തേക്കാണല്ലോ ഡോർ തുറക്കുന്നത്. പുറത്തു നിന്ന് തന്നെ കൈ എത്തിച്ച് അകത്തെ ലൈറ്റ് ഇട്ടു. ഞാൻ വാതിക്കലേക്ക് ചെല്ലുമ്പോൾ ഞെട്ടിപ്പോയി. സംഭവം എന്നറിയോ, ഈ മുറിക്കകത്തേക്ക് വാതിൽ തുറക്കാൻ പറ്റാതിരുന്നതിൻ്റെ കാര്യം എന്നറിയോ, വാതിക്കൽ കട്ടിൽ കിടക്കുക, അങ്ങോട്ട് തുറക്കാൻ പറ്റില്ല. നമ്മൾ പുറത്തുനിന്ന് അങ്ങ് കയറി ചെന്നാൽ കഷ്ടിച്ചൊരടി കഴിഞ്ഞാൽ
ഒന്നല്ലേ 1.5 അടി കഴിഞ്ഞാൽ കട്ടിലാണ്. നമ്മൾ പിന്നെ കട്ടിലേക്കാണ് കയറേണ്ടത്. മനസ്സിലായില്ലേ? ഈ കട്ടിൽ കഴിഞ്ഞാൽ പിന്നെ 1.5 അടിയേ ഉള്ളൂ ഭിത്തിയുമായിട്ടുള്ളൊരു ഗ്യാപ്പ്. ഈ കട്ടിലിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ, മറ്റേ ഭാഗത്ത് ഇറങ്ങിയാൽ ടോയ്ലറ്റിൻ്റെ വാതിലിലേക്ക് ചെല്ലുന്നത്. അതായത് കട്ടിലേൽ നിന്ന് നേരെ നമുക്ക് ടോയ്ലറ്റിലേക്ക് കാലെടുത്ത് വെക്കാം. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പഴയ ടെലിഫോൺ ബൂത്തുകളുണ്ടല്ലോ, അത്രയുണ്ട്. ടെലിഫോൺ ബൂത്ത് കുറച്ച് സ്പേസ് കൂടുതലുണ്ട്, ഇതത്രയില്ല. അതായത് ഒരു കട്ടിലിൻ്റെ വീതിയും അതിനേക്കാൾ ഒരു 1.5 അടിയും കൂടെ കൂടുതൽ വീതിയുള്ള ഒരു മുറി. കഴിഞ്ഞ ദിവസം അതിനകത്തൊരു സ്റ്റൂളും കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. ഒന്നും പറയാനില്ല, ഇയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾ ഇംഗ്ലീഷ് മനസ്സിലാകുന്നേ ഇല്ല എന്നുള്ള മട്ടിൽ ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക. അയാൾ പോയി രാവിലെ എഴുന്നേറ്റു, റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, അവിടുന്ന് തന്നെ നേരെ ചാടി പുറത്തേക്ക് ഈ TST ഏരിയയിലെ സ്ട്രീറ്റിലേക്കാണല്ലോ ചെല്ലുന്നത്. സ്ട്രീറ്റൊക്കെ രാവിലെ സജീവമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൗലൂൺ ഏരിയ. കൗലൂൺ എന്ന് പറയുന്നത് മെയിൻലാൻഡാണ്, അറിയാമല്ലോ, ചൈനയുടെ മെയിൻലാൻഡ് ഭാഗത്താണ് കൗലൂൺ ഏരിയ. ഇവിടുന്ന് ഇനി ദ്വീപിലേക്ക് പോകണം. ദ്വീപാണ് ശരിക്കുള്ള ഹോങ്കോങ് എന്ന് പറയുന്നത്. അത് കടലിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മല പോലെ നിൽക്കുന്ന ഒരു ദ്വീപാണ്. അപ്പോൾ ഇവിടുന്ന് ഈ കൗലൂണിൽ നിന്ന് നമ്മൾ വാട്ടർ ഫ്രണ്ട് ഏരിയയിലേക്ക്, പ്രൊമനേഡ് ഏരിയയിലേക്ക് നടന്നു ചെല്ലാം. അവിടെ നടന്നു കഴിഞ്ഞാൽ മനോഹരമായ പ്രൊമനേഡാണ്. ആളുകൾക്ക് ഇങ്ങനെ ഈ ഉൾക്കടലിൻ്റെ അക്കരെയുള്ള ഈ ഹോങ്കോങ് പട്ടണവും ഒക്കെ കാണാവുന്ന പോലെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന സ്ഥലം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഞാനിവിടെ വന്നിരുന്നത് ഓർക്കുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ്. രാത്രി ആകുമ്പോഴത്തേക്കും, സന്ധ്യ മയങ്ങുമ്പോഴത്തേക്കും ഈ ഹോങ്കോങ് ദ്വീപിലെ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ മുഴുവൻ ലൈറ്റപ്പ് ചെയ്യും. അത് മുഴുവൻ അതിഗംഭീരമായൊരു കാഴ്ചയാണ്. അതിൽ സോണി, ഷാർപ്പ്, മിറ്റ്സുബിഷി എന്നൊക്കെ പറഞ്ഞ ലോക ഭീമന്മാരുടെയൊക്കെ കെട്ടിടങ്ങളാണ് അത് പലതും. അതുപോലെ HSBC പോലുള്ള അല്ലെങ്കിൽ ചൈനയുടെ പ്രധാനപ്പെട്ട ബാങ്കുകളുടെ ഒക്കെ ആസ്ഥാന മന്ദിരങ്ങളാണ്. 98ഉം 88ഉം ഒക്കെ നിലയുള്ള കെട്ടിടങ്ങളാണ്. അതിങ്ങനെ നാട്ടി നിർത്തിയിരിക്കുകയാണ്. അതിലേറ്റവും രസകരമായ കാര്യം എന്നറിയോ, ന്യൂയോർക്ക് നഗരത്തിലുള്ളതിനേക്കാൾ സ്കൈ സ്ക്രൈപ്പേഴ്സ് ഈ ഹോങ്കോങ്ങിലുള്ളത്. ന്യൂയോർക്കിൽ ഏതാണ്ട് 231 എണ്ണമാണ് ഉള്ളതെങ്കിൽ ഇവിടെ 280-ലേറെ ആകാശം മുട്ടുന്ന ഗോപുരങ്ങളുണ്ട്. അതൊക്കെ അതിൻ്റെ എല്ലാം ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഈ കടലിലെ വെള്ളത്തിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. എന്നിട്ട് രാത്രി ഈ ഉൾക്കടലിലൂടെ ബോട്ടുകൾ, ഡിന്നർ ക്രൂസുകൾ നടത്തും. അത്തരമൊരു ഡിന്നർ ക്രൂസിൽ ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി പോയിരുന്നു. അതിമനോഹരമായൊരു പോക്കാണത്. നമ്മളിങ്ങനെ ഈ തീരം ചേർന്ന് പോയി, മറുവശത്ത് തീരം ചേർന്ന് ഓടി, അവിടുത്തെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഒക്കെ മുമ്പിൽ കൂടെ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു രാത്രി 2 മണിക്കൂർ നീളുന്ന ഗംഭീരമായൊരു യാത്രയാണ്. അത് രസകരമായൊരു അനുഭവമാണ്. അവിടെ ഈ വെള്ളത്തിൽ രാത്രി യാത്ര ചെയ്യുമ്പോഴാണ് ശരിക്കും ഹോങ്കോങ്ങിനെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അതിമനോഹരമായൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇന്ന് അതൊന്നും കണ്ടു നിൽക്കാൻ നേരമില്ല. നമുക്ക് ഈ ഫെറിയിലേക്ക് ചെല്ലണം. അവിടെ സ്റ്റാർ ഫെറി എന്ന് പറയുന്നൊരു ഫെറി സർവീസ് ഉണ്ട്. ഈ ഫെറി സർവീസിൽ കയറിയാൽ നമുക്ക് മറുകര എത്താം, ഹോങ്കോങ്ങിലേക്ക് എത്താം. നമുക്ക് ഏറ്റവും വിചിത്രമായി തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ, ഇത്രയും ലോകത്തിലെ ആധുനികമായ കെട്ടിടങ്ങളും കമ്പനികളും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ ഹോങ്കോങ് ദ്വീപിലേക്ക് ഒരു പാലം പണിതിട്ടില്ല ഇപ്പോഴും. നമ്മുടെ രാജ്യത്തായിരുന്ന 7 പണ്ടേ പാലം പണിതേനെ. ഇവർക്ക് സൗകര്യമില്ലാത്തത് കൊണ്ടും ബുദ്ധിയില്ലാത്തത് കൊണ്ടും അല്ല പണിയായിരുന്നത്, ബുദ്ധി കൂടുതലായതുകൊണ്ടാണ്. ഇതിലേ കൂടെ കപ്പൽ ഗതാഗതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ പാലം വന്ന പ്രശ്നമാകുന്ന അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്നറിയോ, ഇപ്പോഴും സാധാരണക്കാർ വലിയൊരു തോതിൽ യാത്ര ചെയ്യുന്നത് ഈ ഫെറി ബോട്ടിലാണെങ്കിൽ സ്വന്തമായി കാറുമായിട്ടോ ബസ്സിലൊക്കെ പോകേണ്ടവർക്കോ ഈ വാഹനങ്ങൾക്ക് ഹോങ്കോങ് ദ്വീപിലേക്ക് പോകണമെങ്കിലൊക്കെ കടലിനടിയിൽ കൂടെ, ഈ ഉൾക്കടലിൻ്റെ ഈ ചാനലിനടിയിൽ കൂടെ പല ടണൽ പാതകളുണ്ട്. അത് നമുക്ക് കാണത്തില്ലെന്നേ ഉള്ളൂ. ഞാൻ ഫെറി ടെർമിനലിലേക്ക് ചെന്നു. അവിടെ ഈ സ്റ്റാർ ഫെറി എന്ന് പറയുന്നത് ഏതാണ്ട് 1 നൂറ്റാണ്ടിലേറെ കാലമായിട്ട് പ്രവർത്തിക്കുന്ന ഫെറി സർവീസാണ്. 2 നിലയുള്ള ഒരു പ്രത്യേക ഷേപ്പുള്ള, അന്നു മുതൽ ഒരേ കളർ നിലനിർത്തുന്ന ഒരു ബോട്ട് സർവീസ്. ബോട്ടെന്ന് പറയത്തില്ല, വമ്പനൊരു ബോട്ടാണത്. അത്തരത്തിലുള്ള പല ബോട്ടുകൾ ഒരേ സമയം ഇങ്ങനെ ഈ ഉൾക്കടലിനെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കും. അതേ പോയി നമുക്ക് ടിക്കറ്റ് എടുക്കാം. 100, 200, 250 പേർക്ക് കയറാം ഇതിനകത്ത്. അത് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും എനിക്ക് തോന്നുന്നു പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനവിടെ പോയി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുമ്പോൾ ഒരു രസകരമായ കാര്യം സംഭവിച്ചു. ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിൽ വേറൊരാൾ ടിക്കറ്റ് വിൽക്കാൻ നിൽക്കുന്നു. അവർ ചോദിച്ചു എങ്ങോട്ടാണ്? ഞാൻ പറഞ്ഞു ഹോങ്കോങ്. ടൂറിസ്റ്റാണോ? അതെ. എന്നാൽ നിങ്ങൾക്കൊരു ഓഫർ തരട്ടെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫെറിയിൽ അക്കരെ പോകാനും ഫ്രീ ആയിട്ട് അക്കരെ ചെന്ന് കഴിഞ്ഞാൽ വേറൊരു അബർദീൻ എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്ത് ബോട്ട് റൈഡിനുള്ളൊരു ഫെസിലിറ്റിയും കൂടെ തരട്ടെ. ഞാൻ വെച്ചാൽ അതെങ്ങനെയാണ് പരിപാടി? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഈ ബോട്ട് കയറി അപ്പുറത്ത് ചെന്ന് കഴിയുമ്പം അവിടെ ഡബിൾ ഡെക്കർ ബസ്സുകൾ കാത്തു കിടക്കുന്നുണ്ടാവും. ഒന്നല്ല, പല ഡബിൾ ഡെക്കർ ബസ്സുകൾ. ഈ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ടിക്കറ്റ്, ഒരു 1 ഡേ ടിക്കറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഡബിൾ ഡെക്കർ ബസ്സിൽ സമയമുള്ള പോലെ കയറി യാത്ര ചെയ്യാം. പല റൂട്ടിലേക്ക് പോകുന്നതാണ് ആ ബസ്സുകൾ. ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് ഡബിൾ ഡെക്കർ ബസ്സുകളിൽ യാത്ര ചെയ്യാം.
അതുകൂടാതെ ആ ടിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഫെറിയുടെ ടിക്കറ്റ് എടുക്കണ്ട, നിങ്ങൾക്ക് ഫെറിയിൽ ഫ്രീ ആയിട്ട് അക്കരെ പോകാം. മാത്രമല്ല അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അബർദീൻ എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട്, പഴയൊരു മുക്കുവ ഗ്രാമമാണ്. അവിടെ പഴയ മുക്കുവ ബോട്ടുകളുണ്ട്. ആ ബോട്ടുകളിൽ സ്ത്രീകൾ തുഴയുന്ന ആ ബോട്ടുകളിൽ, ട്രഡീഷണൽ ബോട്ടുകളിൽ ഏതാണ്ട് ഒരു മണിക്കൂർ നേരം നിങ്ങൾക്ക് അബർദീൻ പ്രദേശത്തെ ആ കടലിലൂടെ അല്ലെങ്കിൽ ഉൾക്കടലിലൂടെ അതിമനോഹരമായൊരു ഹെറിറ്റേജ് ക്രൂസുണ്ട്. അതിവിടെ വരുന്ന എല്ലാവരും എടുക്കുന്ന ടൂറാണ്. ഹോങ്കോങ്ങിൽ വരുന്നവർ ആ ടൂർ എടുത്തിരിക്കണം, അത് ഫ്രീയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് നോക്കിയപ്പോൾ ലാഭമാണ്, അത് തന്നെ ഞാൻ എടുത്തു. ഏതായാലും അക്കരെ ചെന്നിട്ട് ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ സിറ്റി സൈറ്റ് സീയിങ് ടൂർ പോകാനാണ് എൻ്റെ പരിപാടി. ആ ടിക്കറ്റ് വഴി ഈ ഫെറിയിലേക്ക് ചെന്നു, ബോട്ടിൽ കയറി, ബോട്ട് പുറപ്പെട്ടു. ഈ ബോട്ടിലെ ജീവനക്കാരൊക്കെ പഴയ സ്റ്റീം ഷിപ്പുകളിലെ സ്റ്റീം ഫെറികളിലെയൊക്കെ ജോലിക്കാരുടെ അതേ വേഷമാണ്, രസകരമായ ആ വേഷം. ഈ ഫെറി അക്കരെ അടുത്തു, സെൻട്രൽ ഫെറി ടെർമിനലിൻ്റെ അടുത്ത് എത്തുന്നു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അതിഗംഭീരമായ ഒരു ഷോപ്പിംഗ് മാൾ പോലത്തെ ഒരു കെട്ടിടത്തിലേക്കാണ് നമ്മൾ ചെന്നിറങ്ങുന്നത്. അതിനകത്തൂടെ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പം അവിടെ ഏതാനും ബസ്സുകൾ നിരന്ന് കിടപ്പുണ്ട്. അതിൽ ഏതിൽ വേണമെങ്കിലും പോകാം, പലതും പല റൂട്ടാണ്. ഞാൻ ആദ്യം വിക്ടോറിയ പീക്കിലേക്ക് പോകുന്നത് എടുക്കാൻ തീരുമാനിച്ചു. വിക്ടോറിയ പീക്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഹോങ്കോങ് ദ്വീപ് മെയിൻലാൻഡിൽ നിന്ന് ഇത്തിരി മാറിയിട്ടാണ്. അതാണ് പ്രധാന ദ്വീപ്. ഹോങ്കോങ് എന്ന പേര് വരാൻ തന്നെ കാര്യം, അതിൻ്റെ തീരങ്ങളിൽ മുഴുവൻ ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ ഇങ്ങനെ ഉയർന്നിരിക്കുകയാണ്. പക്ഷേ അവയ്ക്ക് പിന്നിൽ, അതായത് ഈ ദ്വീപിൻ്റെ മധ്യഭാഗം ആയിരുന്ന ഭാഗത്ത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന വലിയൊരു മലയാണ്. ആ മലയുടെ പേരാണ് വിക്ടോറിയ പീക്ക്. അത് ഈ കെട്ടിടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെട്ടിടങ്ങളുടെ പല മടങ്ങ് ഉയരത്തിൽ അങ്ങനെ നിൽക്കുക. 100 നിലയുള്ള കെട്ടിടങ്ങളുടെ ഒരു 3-4 ഇരട്ടി ഉയരത്തിൽ അങ്ങനെ നിൽക്കുക. ഈ മലയുടെ മുകളിലേക്ക് നമുക്ക് പോകാം. അതിനൊരു ഫണിക്കുലർ ട്രാമുണ്ട്. ആ ട്രാമിൽ കയറി നമുക്ക് പോകാം. പീക്ക് ട്രാം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബസ്സിലങ്ങ് പോയി ഈ നഗരത്തിൻ്റെ ഈ പ്രധാന ഭാഗം ബിസിനസ് ഡിസ്ട്രിക്റ്റൊക്കെ കണ്ട് അങ്ങ് ചെന്ന് ഈ പീക്ക് ട്രാമിൽ കയറി മുകളിലേക്കൊന്ന് പോകാം. അങ്ങനെ അതിൻ്റെ ടിക്കറ്റ് കയ്യിലുണ്ടല്ലോ, അതിൽ കയറിയിരുന്നു. മുകളിലത്തെ നില തന്നെ കയറിയിരുന്നു. കുറേ ആളുകളുണ്ട്, ടൂറിസ്റ്റുകളെല്ലാം ഉണ്ട്. ആദ്യം നമ്മൾ ഈ ബിസിനസ് ഡിസ്ട്രിക്റ്റിലൂടെ പോവുകയാണ്. അതിമനോഹരമായ ഒരു അനുഭവമാണ്. നമ്മുടെ രണ്ട് സൈഡിലും ഇങ്ങനെ ആകാശം മുട്ടുന്ന 90 നിലയും 88 നിലയും 70 നിലയൊക്കെയുള്ള കെട്ടിടങ്ങൾ ഇങ്ങനെ ഉയർന്നിരിക്കുന്നു. അതിൻ്റെ നിഴലിലൂടെ താഴെ കൂടെ നമ്മളിങ്ങനെ ഓടുകയാണ്. അതെല്ലാം പിന്നിട്ട് നമ്മൾ ചരിത്രമുള്ളൊരു കെട്ടിടത്തിന് മുമ്പിലേക്ക് എത്തുകയാണ്, കറങ്ങി. അത് കടൽ തീരത്താണ്. അത് ഈ ദ്വീപിൻ്റെ തീരത്ത് നിന്ന് ഒരല്പം പുറത്തേക്ക് മണ്ണിട്ട് നികത്തി ഉയർത്തിയെടുത്തൊരു സ്ഥലത്താണ്. അതാണ് ഹോങ്കോങ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്റർ. അത് മനോഹരമായ വലിയൊരു പ്രദേശമാണ്. ഒരു ലോകോത്തരമായ വലിയ ഇവൻറ്റുകളൊക്കെ നടക്കുന്ന സ്ഥലം. അതിൻ്റെ മുറ്റത്തൊരു കൊടിമരമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 8 മണിയാകുമ്പം അതിൽ പതാക ഉയർത്തും, ഹോങ്കോങ്ങിൻ്റെ പതാക ഉയർത്തും. 1997 ഇന്നത്തെ ചാൾസ് രാജാവ്, അന്ന് ചാൾസ് രാജകുമാരനായിരുന്നു, എലിസബത്ത് രാജ്ഞിയുടെ മകൻ, അദ്ദേഹമാണ് വന്ന് ഈ ഹോങ്കോങ്ങിനെ ചൈനയ്ക്ക് കൈമാറുന്നത്. അല്ലെങ്കിൽ ഇവിടുത്തെ അധികാരമെല്ലാം അവരുടെ അധികാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈ ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങ് ഇവിടെ വെച്ചായിരുന്നു നടന്നത്, ഈ കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുമ്പിൽ വെച്ച്. അപ്പോൾ ആ പതാക മാറ്റൽ ചടങ്ങ് നടന്നത് അവിടെയാണ്. അപ്പോൾ അതിലൂടെ എല്ലാം ബസ് ഓടി. ഞാൻ അവിടെ ഇറങ്ങിയില്ല, അതിലൂടെ എല്ലാം ഓടി ബസ്. പിന്നെ കുറച്ച് ദൂരം ഇതിൻ്റെ ഉൾത്തെരുവുകളിലൂടെ ഓടി. ഉൾത്തെരുവുകൾ എന്ന് പറയുന്നത് പഴഞ്ചൻ തെരുവുകളാണ്, നമ്മുടെ പഴയ ബോംബെ നഗരത്തിൻ്റെ തെരുവുകൾ പോലെ. അത്ര വൃത്തികേടുണ്ടെന്നല്ല എൻ്റെ അർത്ഥം, പക്ഷേ പഴകിപ്പോയ കെട്ടിടങ്ങൾ, അതായത് 100 വർഷമൊക്കെ പഴക്കമുള്ള 2, 3, 4 നിലയുള്ള കെട്ടിടങ്ങളൊക്കെയുള്ള സ്ട്രീറ്റിലൂടെ ഓടുന്നു. അങ്ങനെ ഓടി നമ്മൾ പീക്ക് ട്രാം സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഞാൻ അവിടെ ഇറങ്ങി. പീക്ക് ട്രാം സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് കുഴപ്പം. അവിടെ ടിക്കറ്റ് എടുക്കാൻ തന്നെ നീണ്ട ക്യൂവാണ്. ടിക്കറ്റ് എടുത്തു ഒരു തരത്തിൽ. ഒടുവിൽ എൻ്റെ ഊഴം വന്ന് അതിൽ കയറി ഇത് മുകളിലേക്ക് പോവുകയാണ്. ഈ പീക്ക് ട്രാം യാത്രയൊക്കെ നമ്മൾ സ്ഥിരം കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്. മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിമനോഹരമായൊരു കാഴ്ചയാണ്. നമ്മൾ താഴേന്ന് കണ്ട ആകാശം മുട്ടുന്ന ആ വമ്പൻ കെട്ടിടങ്ങളും ആസ്ഥാന മന്ദിരങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഈ മലമുകളിൽ നോക്കുമ്പോൾ ചെറിയ സാധനങ്ങളായിട്ട് അങ്ങ് താഴെ കാണാം. അവിടെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഈ തണുപ്പൊക്കെ ഉള്ളൊരു പ്രദേശമായതുകൊണ്ട് തന്നെ 1800കളുടെ അവസാന കാലമായപ്പോഴത്തേക്കും ഹോങ്കോങ്ങിലുണ്ടായിരുന്ന വെള്ളക്കാർ പലരും, സമ്പന്നരായ ആളുകൾ, ഈ മലമുകളിൽ വീടുകൾ വെച്ച് താമസിക്കാൻ തുടങ്ങി. കാരണം ഇവിടെ താഴെയൊക്കെ ഏറ്റവും ചൂടുള്ളപ്പോൾ ഈ മലമുകളിൽ നല്ല തണുപ്പായിരിക്കും. തന്നെയല്ല, മലമുകളിൽ നിന്ന് ഈ കടലും കടൽ തീരത്ത് വളർന്നു വരുന്ന ഹോങ്കോങ് നഗരവും മറുവശത്തുള്ള കൗലൂൺ പ്രദേശങ്ങളും ചൈനയുടെ വൻകരയുടെ കാഴ്ചയും ഒക്കെ മനോഹരമായ കാഴ്ചയാണ്. തന്നെയല്ല, ചില സമയങ്ങളിൽ താഴെക്കൂടെ മേഘങ്ങളിങ്ങനെ ഒഴുകുന്ന കാണാം. പക്ഷേ അന്ന് ഈ ട്രാമില്ല, ഈ പീക്ക് ട്രാമില്ല. പക്ഷേ അന്ന് എങ്ങനെയായിരുന്നു ആളുകളെ മുകളിൽ കയറ്റി സമ്പന്നരെയൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകുന്നറിയോ? അവിടേക്ക് നടന്നു കയറുകയല്ലോ ഇവരൊക്കെ. അപ്പം ഈ നല്ല മല്ലന്മാരായ തടിയന്മാരായ ചൈനീസ് മനുഷ്യരുണ്ട്. അവർ ഈ ഡോളിയുണ്ട്, ശബരിമലയിലേക്കൊക്കെ ആളെ ചുവന്നുകൊണ്ട് പോകുന്ന ഡോളി പോലത്തെ അല്ലെങ്കിൽ ഒരു പല്ലക്കെന്ന് വേണേൽ പറയാവുന്ന തരത്തിലുള്ള സാധനത്തിൽ ഇവരെ ചുവന്ന് മുളിക്കയറ്റുമായിരുന്നു.
പിന്നെ 1888 ഈ പീക്ക് ട്രാം പ്രവർത്തനം ആരംഭിച്ചത്. പീക്ക് ട്രാം പ്രവർത്തനം തുടങ്ങിയതോടുകൂടി ആളുകൾക്ക് മുകളിലേക്കും താഴേക്കും വരാൻ എളുപ്പമായി. കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് സമ്പന്നരായ ആളുകൾ അവിടെ വീടുകൾ വെച്ച് തുടങ്ങി. ഞാൻ മുകളിലത്തെ ട്രാം സ്റ്റേഷനിൽ പോയി ഇറങ്ങി. അവിടെ ഇപ്പം വലിയൊരു എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രമാണ്. അവിടേക്ക് വരുന്നത് മുഴുവൻ ടൂറിസ്റ്റുകൾ, അല്ലാത്തവരവിടെ വരേണ്ട കാര്യമില്ല ഇപ്പം. കാരണം അവിടെ ഷോപ്പിംഗ്, പലതരം ആക്ടിവിറ്റികൾ, മാഡം തുസാഡ്സിൻ്റെ വാക്സ് മ്യൂസിയം പോലുള്ള സ്ഥാപനങ്ങൾ, റിപ്ലീസിൻ്റെ ബിലീവ് ഇറ്റ് ഓർ നോട്ട് പോലുള്ള അമ്യൂസ്മെൻറ്റ് കേന്ദ്രങ്ങൾ, ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റിൻ്റെയും ഭക്ഷണ വൈവിധ്യത്തിൻ്റെയും ഒക്കെ ഒരു സ്ഥലമായിട്ട് മാറി. നിരവധി കഫേകൾ, നിരവധി റെസ്റ്റോറൻറ്റുകൾ, ഇങ്ങനെ ഗംഭീരമായൊരു സ്ഥലമാണ്. നമ്മൾ ഈ ചെല്ലുന്നിടത്ത് തന്നെ പീക്ക് ടവർ എന്ന് പറഞ്ഞ ഒരു ടവർ തന്നെയുണ്ട് ആ മലമുകളിൽ. അത് 7 നിലയുള്ള കെട്ടിടമാണ്. അതിൻ്റെ മുകളിൽ കയറാം. അതൊരു ലിഫ്റ്റ് കയറി നമ്മൾ ഈ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയുടെ മുകളിൽ വീണ്ടും ഒരു കെട്ടിടം, അതിൻ്റെ മുകളിൽ കയറി ടെറസിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഒരു വ്യൂയിങ് പ്ലാറ്റ്ഫോമാണ്. അവിടെ നിന്നാൽ 360 ഡിഗ്രിയിൽ നമുക്ക് ഹോങ്കോങ് കാണാം. അതിമനോഹരമായൊരു കാഴ്ചയാണ്, അതിഗംഭീരമായൊരു കാഴ്ച. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടത്തിൽ വലിയ സമ്പന്നർ, വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ, ഭരണാധികാരികളൊക്കെ ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത്. പക്ഷേ അവിടെ നിങ്ങളറിയുന്ന, ഞാനറിയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ഒരു 5-6 കൊല്ലം അവിടെ ജീവിച്ചിരുന്നു. അതാരാണെന്നറിയോ? ജാക്കി ചാൻ. ജാക്കി ചാൻ്റെ മാതാപിതാക്കൾ ചൈനീസ് മനുഷ്യർ തന്നെയാണ്. ചൈനയുടെ മെയിൻലാൻഡിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ജാക്കി ചാൻ്റെ പിതാവ് ഒരു ചാരപ്പണി ചെയ്തിരുന്ന ഒരാളാണ്. അതായത് കുമിന്താങ് എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിലിരിക്കുന്ന സമയത്ത്, കുമിന്താങ് അറിയാമല്ലോ, സൺയാറ്റ്സൻ്റെ പാർട്ടിയാണ്. പ്രമുഖനായൊരു ചാര ഉദ്യോഗസ്ഥൻ്റെ അസിസ്റ്റൻ്റായിട്ടായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത്, ജാക്കി ചാൻ്റെ പിതാവ്. എന്നാൽ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ പഴയ ചാരന്മാരെ എല്ലാം തിരഞ്ഞു പിടിച്ച് തീർത്ത് കളയുന്നുള്ള തോന്നൽ വന്നപ്പോൾ അദ്ദേഹം കുടുംബമായിട്ട് ഇങ്ങോട്ട് ഒളിച്ചോടുക ചെയ്തത്. അങ്ങനെയാണ് ഇവർ ഹോങ്കോങ്ങിൽ വന്ന് താമസമാക്കുന്നത്. ഈ ഹോങ്കോങ്ങിൽ വന്ന് താമസമാക്കി ആദ്യകാലത്ത് ഇദ്ദേഹം ഒരു കുക്കായിരുന്നു. ജാക്കി ചാൻ്റെ പിതാവ്. ഈ വിക്ടോറിയ പീക്കിലായിരുന്നു അന്ന് ഫ്രഞ്ച് കോൺസലിൻ്റെ താമസം. ആ ഫ്രഞ്ച് കോൺസലിൻ്റെ കുക്കായിരുന്നു ജാക്കി ചാൻ്റെ പിതാവ്. അപ്പോൾ ഇവിടെ തന്നെയായിരുന്നു അവരും താമസിച്ചിരുന്നത്. അങ്ങനെ ജാക്കി ചാൻ്റെ ഒരു 6-7 വയസ്സ് വരെയുള്ളൊരു കാലം ഈ മലമുകളിലായിരുന്നു അദ്ദേഹം. ഇവിടെയുള്ളൊരു സ്കൂളിൽ അദ്ദേഹത്തെ ചേർത്തു. പക്ഷേ 1-ാം ക്ലാസ്സിൽ തന്നെ ആൾ മണ്ടനാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്കൂളിൽ നിന്ന് പിൻവലിച്ചു. അങ്ങനെ ഇരിക്കെ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ ജാക്കി ചാൻ്റെ പിതാവ് ഇവിടെ നിന്ന് ഓസ്ട്രേലിയയിലെ കാൻബറയിലേക്ക് താമസം മാറ്റി. ഓസ്ട്രേലിയയിലേക്ക് പോകാൻ കാര്യം, അവിടെ ഒരു ബെറ്റർ ശമ്പളത്തോടു കൂടി അമേരിക്കൻ എംബസിയിൽ, കാൻബറയിലെ അമേരിക്കൻ എംബസിയിൽ മെയിൻ കുക്കായിട്ട് പുള്ളിക്ക് ജോലി കിട്ടി, ചൈനീസ് ഷെഫായിട്ട്. അങ്ങനെ പോകുമ്പം ജാക്കി ചാനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇയാൾ പഠിക്കാൻ മഹാമണ്ടനാണെന്നുള്ളത് കൊണ്ടും ഇയാൾക്ക് കല, അതുപോലെ തന്നെ ആയോധന കല, ഇത്തരം കാര്യങ്ങൾ വലിയ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ടും ഇയാളെ കൊണ്ടുപോയി ഒരു ചൈനീസ് ഡ്രാമ തിയേറ്ററിൽ കൊണ്ടുപോയി ചേർക്കുകയാണ്. 7-8 വയസ്സുള്ളപ്പോഴാണ്. ജാക്കി ചാനെ. അയാൾ അവിടെ 10 വർഷത്തോളം കാർക്കശ്യത്തോടെയുള്ളൊരു ശിക്ഷണത്തിന് വിധേയമാകുകയാണ്. അവിടെ ഒരു ഗുരു ഉണ്ടായിരുന്നു അവർക്ക്. അദ്ദേഹം ഈ ആയോധന കലയുടെയും അഭിനയത്തിൻ്റെയും എല്ലാം ഒരു മഹാ ആചാര്യനായിരുന്നു. ആയോധന കലകൾ, പിന്നെ ചൈനീസ് അക്രോബാറ്റിക്സ്. ചൈനീസ് അക്രോബാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഒരുതരം സർക്കസാണ്. സർക്കസും കലാപരിപാടിയും കൂടെ ചേർന്ന് നിന്നാണ് താളാത്മകമായ ഒരു മെയ് അഭ്യാസത്തിൻ്റെ പരിപാടികൾ. അത് കണ്ടിരുന്നു പോകും നമ്മൾ. മ്യൂസിക്കും ഒരു സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ദേഹചലനങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളും അത്ഭുതപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന മെയ്വഴക്കവും ശാരീരിക പ്രകടനങ്ങളും എല്ലാം കൂടെ ചേർന്നതാണ് ഈ അക്രോബാറ്റിക്സ്. 10 വർഷത്തെ പരിശീലനമായിരുന്നു അവിടെ. അതിനിടയ്ക്ക് അത്യാവശ്യം ചൈനീസ് പഠിക്കും, അത്യാവശ്യം കണക്ക് കൂട്ടാനൊക്കെ പഠിപ്പിക്കും. പക്ഷേ 18 മണിക്കൂർ നേരവും പരിശീലനം, ചില ദിവസങ്ങളിൽ 19-20 മണിക്കൂർ വരെ പരിശീലനം. പുലർച്ചെ എഴുന്നേറ്റ് പരിശീലനത്തിലേർപ്പെടണം. ഈ പരിശീലനത്തിന് കുട്ടിയെ കൊണ്ട് അവിടെ ചേർക്കുമ്പം ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ട് കൊടുക്കണം. ഈ പരിശീലന കാലത്തിനിടയ്ക്ക് ആൾ മരിച്ചു പോയാൽ നഷ്ടപരിഹാരം ചോദിക്കില്ല, അല്ലെങ്കിൽ ഇവർക്ക് പരാതി ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അറിയാമല്ലോ അവിടുത്തെ പരിശീലനത്തിൻ്റെ തീവ്രത എത്രയാണ്. നമ്മൾ ഇന്ന് കാണുന്ന സൂപ്പർ സ്റ്റാറായി മാറിയ ഒരു ജാക്കി ചാനായി മാറിയതിൻ്റെ പിന്നിൽ 7 വയസ്സ് മുതലുള്ള നമ്മൾ ഒരിക്കലും സങ്കല്പിക്കുക പോലും ചെയ്യാത്ത ത്യാഗത്തിൻ്റെ ഒരു കഥയുണ്ടെന്നാണ് ഞാനീ പറഞ്ഞു വരുന്നത്. നമ്മൾ പലപ്പോഴും വിജയിച്ച ആളുകളെ, അല്ലെങ്കിൽ വലിയ കലാകാരന്മാരെ, വലിയ പ്രതിഫലം വാങ്ങുന്ന ആളുകളെ ഒക്കെ കാണുമ്പം ചെറിയൊരു അസൂയയോടെയാണ് നമ്മൾ നോക്കുന്നത്. അവരെന്തോ അവിഹിതമായ മാർഗത്തിലൂടെ അവിടെ എത്തി എന്നുള്ള മട്ടിലാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, വിജയിച്ച ഏതൊരാളും നമ്മളറിയാത്ത മട്ടിൽ അവർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്, അവർ പ്രയത്നിച്ചിട്ടുണ്ട്. നമ്മൾ ഉറങ്ങിയപ്പോൾ ഉണർന്നിരുന്നിട്ടുണ്ട്. നമ്മൾ അല്പം സുഖത്തോടെ ഭക്ഷണം കഴിച്ച് ആസ്വദിച്ച് സൗഹൃദങ്ങളിൽ ലയിച്ചിരുന്നപ്പോൾ
അവരിതെല്ലാം ഉപേക്ഷിച്ച് അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ചിട്ടുണ്ട്. സിനിമയാവട്ടെ, സംഗീതമാകട്ടെ, ബിസിനസ്സാവട്ടെ, ഏത് മേഖലയിൽ അതാണെന്ന് ഓരോ മനുഷ്യൻ്റെയും ജീവിതം ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ പറയാം. അപൂർവം ചിലർക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ടാവാം. അവർ പോലും നിലനിന്നിട്ടുണ്ടെങ്കിൽ, ആ അടിച്ച ലോട്ടറി പണവുമായിട്ട് സർവൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവും. അല്ലാത്തവരൊക്കെ ആ ലോട്ടറി അടിച്ച് 1-ാം വർഷമോ അല്ലെ 2-ാം വർഷമോ അത് തീർത്തിട്ട് വീണ്ടും പഴയ ദാരിദ്ര്യ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഴയ ജീവിതം തുടർന്നിട്ടുണ്ടാവാം. കായിക അഭ്യാസത്തിൻ്റെ, ഈ അക്രോബാറ്റിക്സിൻ്റെ, ഈ ആയോധന കലയുടെ 10 വർഷത്തെ കഠിന പരിശീലനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഒരു ഡ്രാമ തിയേറ്ററിൻ്റെ കൂടെ കുറേ കാലം പ്രവർത്തിച്ചു, ഒരു ചൈനീസ് പെർഫോമൻസ് തിയേറ്ററിൻ്റെ കൂടെ. പിന്നെ അദ്ദേഹം തിരിച്ച് ഹോങ്കോങ്ങിലേക്ക് വന്നു, സിനിമയിൽ അവസരം തേടി. ഇയാൾ ഹോങ്കോങ്ങിലേക്ക് തിരിച്ചു വരുമ്പോൾ ബ്രൂസ്ലി ഒരു സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രൂസ്ലിയുടെ പടങ്ങളിൽ ആദ്യകാലത്ത് ഇയാൾ ഡ്യൂപ്പായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അതായത് സ്റ്റണ്ട് ഡ്യൂപ്പായിട്ട്, പല സ്റ്റണ്ട് സീനുകളിലും ഡ്യൂപ്പായിട്ട് ജോലി ചെയ്തിരുന്നു ജാക്കി ചാൻ. ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, എൻ്റർ ദ ഡ്രാഗൺ, ഇങ്ങനെയൊക്കെയുള്ള പല സിനിമകളിലും അദ്ദേഹം ഡ്യൂപ്പായിട്ട് വർക്ക് ചെയ്തു. അതൊക്കെ 1972-73 കാലത്താണെന്ന് ഓർക്കണം. 2-3 വർഷം ഡ്യൂപ്പായിട്ട് ഇഷ്ടം പോലെ ആക്സിഡൻറ്റുകൾ പറ്റി, ശരീരം ചതഞ്ഞു, അടികൊണ്ടു, പ്രതിഫലമില്ലാതെയും ചെറിയ പ്രതിഫലത്തിനുമൊക്കെ ജാക്കി ചാൻ ഇങ്ങനെ ഹോങ്കോങ്ങിൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രൂസ്ലി അന്തരിക്കുന്നത്. ബ്രൂസ്ലി അന്തരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ സംവിധായകരും പ്രൊഡ്യൂസർമാരും ഒരു സാഹസികമായ തീരുമാനമെടുത്തു. ഇയാൾ വലിയ തോതിൽ ഈ ആയോധന കല പഠിച്ചിട്ടുള്ള ആളാണ്, അക്രോബാറ്റിക്സ് അറിയാം, ഇയാൾ ബ്രൂസ്ലി സിനിമകളിൽ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഇയാളെ നായകനാക്കി ന്യൂ ഫിസ്റ്റ് ഓഫ് ഫ്യൂറി എന്ന് പറയുന്ന ഒരു പടം എടുക്കുകയാണ്. ആ പടം എടുത്തു. ജാക്കി ചാൻ നായകനാണ് അതിനകത്ത്. പടം താറ പറ്റി, 8 നില പൊട്ടി. പിന്നെ ആരും അദ്ദേഹത്തെ വിളിക്കാതായി. പിന്നെ ഈ സ്റ്റണ്ടിൻ്റെ ഡ്യൂപ്പായിട്ട് പോലും അഭിനയിക്കാൻ അവസരമില്ലാതായി. അങ്ങനെയാണ് തിരിച്ചയാൾ വീണ്ടും ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. ഓസ്ട്രേലിയയിൽ ചെന്ന് എന്ത് പണി അറിയുന്നത്? പുള്ളി കൺസ്ട്രക്ഷൻ കമ്പനിയിലെ പണിക്കാരനായിട്ട് കൂടി. കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നിടത്തും കമ്പി കിട്ടുന്നിടത്തും ഒക്കെ കെട്ടിടം പണിയിലെ മൈക്കാട് പണിക്കാരനായിട്ട് കൂടി. കുറേ വർഷങ്ങൾ അങ്ങനെ പോയി. 1978 ആകുമ്പോഴേക്കും ഈ ഹോങ്കോങ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് അദ്ദേഹത്തിനൊരു കോൾ വന്നു. വില്ലി ചാൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ മാനേജറെ വിളിക്കുന്നത്, തിരിച്ചു വരാൻ പറഞ്ഞു. അയാളെ തിരിച്ചു കൊണ്ടുവന്ന് സ്നേക്ക് ഇൻ ദ ഈഗിൾസ് ഷാഡോ എന്ന് പറയുന്ന ഒരു പടത്തിൽ അഭിനയിക്കാൻ വിളിക്കുന്നു. അയാളതിൽ അഭിനയിക്കുന്നു. അയാളുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റായിട്ട് ആ പടം മാറുകയാണ്. അതിൻ്റെ കാരണം എന്താ അറിയോ? ഈ പടത്തിൽ കൺവെൻഷണൽ രീതിയിലുള്ള ആയോധന കലാപ്രയോഗങ്ങൾക്ക് പകരം കുങ്ഫുവും കോമഡിയും കൂടെ ചേർത്ത്, അതായത് ജാക്കി ചാൻ്റെ സിനിമകളിൽ നമുക്കറിയാം അതിനകത്തെ സ്റ്റണ്ട് സീനുകളെല്ലാം കോമഡിയും കൂടെ മിസ് ചെയ്തതാണ്. ചിരിക്കാനും ഉണ്ടാകും, തല്ലുകൊള്ളാനും ഉണ്ടാകും, രണ്ടും കൂടെ ചേർന്നാണല്ലോ അതിനകത്ത്. അപ്പോൾ ഈ ജാക്കി ചാൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ കോമഡിയും ആക്ഷനും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷൻ. അത് അയാൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തു. ഇയാൾ സ്റ്റണ്ട് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പ്രവർത്തിച്ചതുകൊണ്ടും ആയോധന കല അറിയുന്ന ആളായതുകൊണ്ടും അതുപോലെ തന്നെ ഈ അക്രോബാറ്റിക്സ് അറിയുന്ന ആളായതുകൊണ്ടും ഇയാൾ പലവിധ അഭ്യാസങ്ങൾ, അതായത് നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കാൻ തുടങ്ങി. അതൊന്നും ഡ്യൂപ്പോ കയറക്കെട്ടിയോ അല്ല, റിയലായിട്ട്. ഇയാളൊരു റിയൽ സർക്കസുകാരനാണല്ലോ. ആ അഭ്യാസങ്ങളെല്ലാം കാണിക്കാൻ ഇയാൾക്ക് അനുവാദം കൊടുത്തു. ഇയാളത് കൊറിയോഗ്രാഫി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ പടം പൂർത്തിയായി. അത് അത്യാവശ്യം വിജയമായി, ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. പിന്നെ ഓരോരോ പടങ്ങളായി. പിന്നെ പുതിയ പുതിയ പ്രൊഡക്ഷൻ കമ്പനികൾ ഇയാളെ നായകനാക്കി തുടങ്ങി. പിന്നെ അയാളുടെ ജീവിതം മാറുകയായിരുന്നു. ഇങ്ങനെ മാറിയൊരു സമയത്ത് അവിടെ ചില അധോലോകമുണ്ട്. അയാൾ ചില സിനിമകളിൽ അഭിനയിക്കണമെന്നും ചില കമ്പനികളുടെ സിനിമകളിൽ മാത്രമേ അഭിനയിക്കാവുന്നുമുള്ള ചില അധോലോക സമ്മർദ്ദങ്ങളും ഭീഷണികളും ഉണ്ടായി. അയാൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ജാക്കി ചാൻ നേരെ അവിടെ നിന്ന് കാലിഫോർണിയയിലേക്ക് കടക്കുന്നത്, ഹോളിവുഡിലേക്ക് കടക്കുന്നത്. ഹോളിവുഡിൽ ചെന്നു. അയാളുടെ സിനിമകൾ പുറത്തിറങ്ങി. ഇംഗ്ലീഷ് സിനിമകളായിരുന്നു. അത് ലോക പ്രശസ്തങ്ങളായി. പിന്നീടൊക്കെ ചരിത്രമാണ്. പക്ഷേ ഈ മനുഷ്യൻ ആ സൂപ്പർ സ്റ്റാറായി മാറിക്കഴിയുമ്പോഴും സ്റ്റണ്ടിന് ഡ്യൂപ്പിനെ വെക്കില്ല. ഈ കയറ് കെട്ടിയുള്ളൊരു അഭ്യാസവും ഇല്ല. 6 നിലയും 7 നിലയും മുകളിലുള്ള കെട്ടിടത്തിൽ നിന്ന് ഇയാൾ ചാടും. ആ ചാട്ടം താഴെ നെറ്റ് വിരിച്ച് അയാൾ തന്നെ ചാടും. അതുപോലെ തന്നെ പല അഭ്യാസങ്ങളും കാണിക്കും. പല തവണ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നുള്ള അഭ്യാസ പ്രകടനത്തിനിടയ്ക്ക് നേരെ താഴേക്ക് വീണു. തലയോട് പൊട്ടി. തലയോടിൻ്റെ പല ഭാഗങ്ങളും ചെതറിപ്പോയി. ഇപ്പോഴും ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് ആ തലയോടിന് പകരം പിടിപ്പിച്ച പ്ലാസ്റ്റിക് പ്ലഗുകളും തലയിൽ വെച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റേതോ അഭ്യാസ പ്രകടനത്തിനിടയ്ക്ക് അദ്ദേഹം നിലത്ത് വീണ് വാരിയെല്ലുകൾ ഒടിഞ്ഞു. ഹെലികോപ്റ്ററിലുള്ള ഒരു അഭ്യാസ പ്രകടനത്തിനിടയ്ക്ക് ഹെലികോപ്റ്ററിൻ്റെ ഏതോ ഭാഗമായിട്ട് ഇടിച്ച്
ജയന് പറ്റിയതുപോലത്തെ ഒരു അപകടത്തിൽ ഇവിടെയൊക്കെ അത്ഭുതകരമായിട്ട് ഈ മനുഷ്യൻ സർവൈവ് ചെയ്തു, ജീവിച്ചു. എത്രയോ ഒടിവുകളും മുറിവുകളും തലയോട്ടിയിൽ പോലും പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ പിടിപ്പിച്ചാണ് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. അയാളുടെ വിജയം എത്ര വലുതായാലും അതൊരു പ്രതിഫലമാവില്ല അയാളുടെ അധ്വാനത്തിന് എന്ന് നമുക്ക് തോന്നിപ്പോകും. അതുപോലത്തെ കഠിനാധ്വാനത്തിൻ്റെ ഒരു കഥ ആ മനുഷ്യനുണ്ട്. ഒടുവിൽ 2016 അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകളെ മാനിച്ചുകൊണ്ട് ഓസ്കാർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെയാണ് ഈ ജാക്കി ചാൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കഥകളൊക്കെ ഞാൻ ഈ മുകളിൽ നിന്ന് ഈ വ്യൂയിങ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും താഴേക്ക് പോകേണ്ട സമയമായി. അടുത്ത ട്രാമിൽ ഞാൻ നേരെ താഴെ വന്നു. ഒരു ഡബിൾ ഡെക്കർ ബസ് വന്നിട്ടുണ്ട്, അതിൽ കയറി. അടുത്തത് ഇനി നമ്മൾ പോകുന്നത് സ്റ്റാൻലി ബീച്ചിലേക്കാണ്. സ്റ്റാൻലി ബീച്ചിലേക്കുള്ളൊരു പോക്കെന്ന് പറയുന്നത് രസകരമാണ്. ഓഷ്യൻ പാർക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ വമ്പൻ റിക്രിയേഷണൽ ഏരിയകൾ, ടൂറിസ്റ്റുകൾക്ക് ആഹ്ലാദിക്കാൻ വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കുകളുണ്ട്, നിരവധി സ്റ്റാർ ഹോട്ടലുകളുണ്ട്, ഗംഭീര റിസോർട്ടുകളുണ്ട്, നിരവധിയായ ബീച്ചുകളുണ്ട്, ബീച്ച് ഹോട്ടലുകളുണ്ട്, ക്രൂസ് ഫെസിലിറ്റികളുണ്ട്. അതിഗംഭീരമായ പ്രദേശമാണ്. അതിലൂടെ ഓടി നമ്മൾ സ്റ്റാൻലി ബീച്ചിലേക്ക് എത്തുകയാണ്. ഈ സ്റ്റാൻലി ബീച്ച് അതിമനോഹരമായൊരു പ്രദേശമാണ്. പക്ഷേ അവിടെ സ്റ്റാൻലി മാർക്കറ്റ് എന്നൊരു മാർക്കറ്റുണ്ട്. അവിടേക്ക് നമ്മൾ ചെന്നാലുണ്ടല്ലോ, നമ്മൾ കയ്യിൽ കാശില്ലെങ്കിൽ വായ്പ മേടിച്ചാണെങ്കിലും ഷോപ്പിംഗ് നടത്തി പോകുന്ന തരത്തിലുള്ളൊരു മാർക്കറ്റാണ്. ക്യൂരിയോസ്, കൗതുക വസ്തുക്കൾ, പെയിൻറ്റിങ്ങുകൾ, വസ്ത്രം, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, അതുപോലെ തന്നെ ബാഗുകൾ, ലെതറിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് വേണ്ട നമ്മളെ ആകർഷിക്കുന്ന, ചൈനയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ചൈനയിൽ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ക്യൂരിയോസിറ്റിയുള്ള നിരവധി വസ്തുക്കൾ നിരത്തി വെച്ചിരിക്കുകയാണ്. അതിലൂടെ നടന്നു. അത് കഴിഞ്ഞ് ബീച്ചിലേക്ക് ചെല്ലാം. ബീച്ച് ഞാൻ ചെല്ലുമ്പോഴത്തേക്കാണ്ട് നട്ടുച്ചയായി. പക്ഷേ അപ്പോഴും ആ സുന്ദരമായ പഞ്ചാര മണലിൻ്റെ ആ ബീച്ചിൽ മുഴുവൻ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഒക്കെ വെയിൽ കാഞ്ഞ് കിടക്കുകയാണ്. അവർ സൺ ബാത്തിങ്ങിലാണ്. 100 കണക്കിന് ആളുകൾ അപ്പോഴും ഉണ്ട്. അതിൻ്റെ തീരങ്ങളിൽ നല്ല ഷാക്കുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബിയർ പാർലറുകൾ, അവിടെയും ആളുകൾ ഇരിക്കുന്നുണ്ട്. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് അടുത്ത ബസ് പിടിച്ചു. ഞാൻ വീണ്ടും യാത്ര ചെയ്ത് അബർദീൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തുന്നു. ഈ അബർദീനിലേക്കുള്ള ഒരു ടിക്കറ്റ് കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോയത്. അവിടെ പഴയ ഒരു മുക്കുവ സെറ്റിൽമെൻ്റ് ആയിരുന്നു, മുക്കുവ പ്രദേശം. അവിടെ കടലുള്ളിലേക്ക് കയറി കിടക്കുന്നൊരു ഭാഗമാണ്. അവിടെ തീരങ്ങളിൽ നിരവധി ചെറിയ ബോട്ടുകളുണ്ട്. ഈ ബോട്ടിനെല്ലാം ഏതാണ്ട് ഒരേ ഷേപ്പാണ്. മുളയും തടിയും കൊണ്ടുണ്ടാക്കിയ ട്രഡീഷണൽ ബോട്ടുകളാണ്. സമ്പാൻ എന്നാണ് ആ ബോട്ടിൻ്റെ പേര്. ഈ സമ്പാൻ ബോട്ടിൻ്റെ ഒരു പ്രത്യേക ഷേപ്പാണ്. ഈ ബോട്ടുകൾ കുറേ എണ്ണം അവിടെ നിരന്ന് കിടക്കുന്നുണ്ട്. ഈ ഡബിൾ ഡെക്കർ ബസ് വരുമ്പോഴത്തേക്കും ആ ബോട്ടെല്ലാം അവിടെ റെഡിയായി കിടക്കും. കാരണം ഓരോ ഡബിൾ ഡെക്കർ ബസ് വരുമ്പോഴും അതേലെ ടിക്കറ്റിൻ്റെ കൂടെ ഇത് ഫ്രീ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സ്ത്രീ ആയിരിക്കും മിക്കവാറും ബോട്ടിൻ്റെ ഡ്രൈവർ. പണ്ട് മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ആളുകളിൽ പലരും അവരുടെ കുടുംബാംഗങ്ങളൊക്കെ ഇന്ന് ഈ ബോട്ട് ഓടിച്ചാണ് ഉപജീവനം നടത്തുന്നത്. അതേ കയറ്റി നമ്മളെ ഒരു അരമണിക്കൂർ ഈ ഉൾക്കടലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഒരു 500-600 വർഷം മുമ്പ് മുതൽ ഇവിടെ മുക്കുവ ഗ്രാമമാണ്. ഇവിടെ ആദ്യമകാലത്ത് ജീവിച്ചിരുന്ന ടാങ്ക എന്ന് പറയുന്ന ഒരു ഗോത്രമാണ്. ചൈനയുടെ ഉൾഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് വന്ന ഗോത്രങ്ങളാണ്. അവരിവിടെ വന്നിട്ട് കരയിൽ ജീവിക്കുകയില്ലായിരുന്നു. അവരിവിടെ വെള്ളത്തിൽ ഫ്ലോട്ടിംഗ് ഒരു വില്ലേജിലാണ് താമസിച്ചിരുന്നത്. അതായത് മീൻപിടുത്തമായിട്ട് ജീവിക്കുക, ചങ്ങാടം പോലത്തെ വള്ളങ്ങൾ കൊണ്ട് ചങ്ങാടം പോലെ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വീടുകൾ പോകണത്, അങ്ങനെ ഫ്ലോട്ടിംഗ് കമ്മ്യൂണിറ്റി ആയിരുന്നു അവർ. ഇപ്പോഴും ഒരു 10,000 പേര് അങ്ങനെ ഫ്ലോട്ടിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് ഈ ഉൾക്കടലിൽ താമസിക്കുന്നുണ്ട്. അവർ കരയിലല്ല ജീവിക്കുന്നത്, വെള്ളത്തിലാണ്. ഇതിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ പല കാഴ്ചകളുടെ മുന്നിലൂടെ പോകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്താണെന്നറിയോ? ജംബോ കിങ്ഡം എന്ന് പറയുന്ന വലിയൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു 2 നില ഉള്ള വമ്പനൊരു റെസ്റ്റോറൻറ്റ്, ഒരു ചൈനീസ് കൊട്ടാരത്തിൻ്റെ ശൈലിയിൽ പണിത വമ്പനൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ചുറ്റും നമുക്കിങ്ങനെ ബോട്ടേക്ക് ഇറങ്ങാം. അത് ഈ ഉൾക്കടലിൽ കിടക്കുകയാണ്. അവിടുത്തെ ഏറ്റവും ഗംഭീരമായ റെസ്റ്റോറൻറ്റ് അതാണ്. ഇവിടെ സെലിബ്രിറ്റികൾ, എലിസബത്ത് രാജ്ഞി മുതൽ ടോം ക്രൂസ് മുതൽ അങ്ങനെ ലോകപ്രശസ്തരായ പല സെലിബ്രിറ്റികളും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുള്ള സ്ഥലമാണത്. ഹോങ്കോങ്ങിൽ വരുന്ന സെലിബ്രിറ്റികളൊക്കെ ഒരു അത്താഴം കഴിക്കാൻ ഇവിടെ വന്നിരിക്കും. ചില ടൂർ കമ്പനികളും അങ്ങോട്ട് ടൂർ നടത്തും. പക്ഷേ വലിയ എക്സ്പെൻസീവ്. 1950കളിൽ തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റാണ്. അതിനിടയ്ക്കൊന്ന് തീ പിടിച്ച് നശിച്ചു പോയിരുന്നു. അപ്പോൾ അതിഗംഭീരമായ കാഴ്ചകളാണ് ഈ തീരങ്ങളിൽ മുഴുവൻ. ഈ ജംബോ കിങ്ഡത്തിൻ്റെ മുമ്പിൽ നിന്ന് ബോട്ടൊന്ന് നിർത്തിത്തരും. നമുക്കൊരു സെൽഫിയൊക്കെ എടുക്കാം, ഫോട്ടോയൊക്കെ എടുക്കാം. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഒരു കറക്കമെല്ലാം കഴിഞ്ഞ് പുറപ്പെട്ടടുത്ത് വന്ന് ബോട്ട് നിർത്തി. ഇത് ടിക്കറ്റൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിലും എല്ലാവരും ഈ ലേഡിക്ക് ചെറിയൊരു ടിപ്പ് കൊടുക്കും. ഞാനും ടിപ്പൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് അടുത്ത ബസ് വരുന്നുണ്ട്. ഇനി ഞാൻ പോവുകയാണ്, ഈ ദ്വീപിൽ നിന്ന് മടങ്ങുകയാണ്. മടങ്ങുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഒരു അത്ഭുത പ്രദേശത്തേക്ക്. ഇന്ന് രാത്രി ഞാൻ അവിടെയാണ്. നിങ്ങളെ ആവേശം കൊള്ളിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. അത് സസ്പെൻസായിട്ടിരിക്കട്ടെ. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.